ഇന്ന് നല്ല മത്തി, കണവയും മത്തിയും കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള കണവയാണ്. നല്ല അടിപൊളി മുട്ടയൊക്കെ പഞ്ഞിലൊക്കെ വെച്ച് മത്തിയാണ്. അപ്പം ഇന്ന് കണവയൊന്ന് റോസ്റ്റ് ചെയ്യണം. അതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യൽ. ഈ വെള്ളം എൻ്റെ തൊലിയെല്ലാം വലിച്ചിരിഞ്ഞ് കളയണം. നല്ല പാട പോലെ ഇളകി വരും. അതിനകത്തൊരു പ്ലാസ്റ്റിക് പോലൊരു സാധനമുണ്ട്. അപ്പം നമുക്കിത് വൃത്തിയാക്കി എടുക്കട്ടെ. കൂന്തൽ ഞാൻ കഴുകി വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനി കുക്കറിലോട്ടിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും കൂടി ഇട്ട് ഒരു 2 സീറ്റ് അടിച്ചെടുക്കാം. പിന്നെ വേണം അത് റോസ്റ്റ് ചെയ്യാൻ. കൂന്തൽ ഞാനൊന്ന് കുക്കറിൽ വെച്ച് സീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് 2-3 സീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് അതിനകത്തിട്ടൊന്ന് ചെറിയ രീതിയിൽ ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ടോട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി, വലിയ ഫ്രൈ അല്ല, ചെറുതായിട്ടൊന്ന് വഴക്കിയെടുക്കണം. അരിഞ്ഞെടുത്തപ്പോൾ കുറേ ഉണ്ടായിരുന്നു. കുക്കറിലിട്ട് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കൊന്നുമില്ല. ഇത് എണ്ണ ചൂടായി വരുന്നതോറും ചിലപ്പോൾ ഇതൊന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. അവിടെ ഒന്ന് ഇതായി വരട്ടെ. ഇതിപ്പം ആയിട്ടുണ്ട്. ഇത്ര ആയാൽ മതി, അല്ലെങ്കിൽ പിന്നെ അങ്ങ് റബ്ബർ പോലെ ആയിപ്പോവും. നമുക്കിതിന് കോരിയെടുക്കാം. ഇനി ഈ എണ്ണയിലോട്ട് തന്നെ നമുക്ക് കടുക് പൊട്ടിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കുന്ന അതിനകത്ത് അതിൻ്റെ ചെറിയ അംശം കിടക്കുന്ന. നീ മുളക് ഇട്ടു. ദൈവമേ, പൊട്ടിത്തെറിക്കുന്നേ. ദൂരെ മാറിയെന്നാ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുഖമൊക്കെ പോകും.
കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വരട്ടെ. ഉപ്പിട്ടിളക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് വെന്ത് നല്ലപോലെ ഒന്ന് വഴന്ന് അത് വെന്തോടെ ഒന്ന് ഇതാവുമ്പോൾ മസാലകളിട്ട് കൊടുക്കാം. വഴന്ന് വരുന്നുണ്ട്. ഇന്നൊന്നായാൽ മതി. ഭയങ്കര ചൂട്. മീൻ വൃത്തിയാക്കി കഴിയുമ്പം പോയിന്ന് ദേഹം കഴുകി ഡ്രസ്സും മാറി. മീൻ കുറച്ച് മുമ്പ് മീൻ വെട്ടുന്നതിന് മുമ്പ് വേറൊരു ഡ്രസ്സ് ഭയങ്കര പനി. അത് കാരണം തല കുളിക്കാൻ പറ്റുന്നില്ല. ദേഹം ഒന്ന് കഴുകി എന്നിട്ടുണ്ട് പിന്നെയും തന്നപ്പോഴത്തേക്ക് പിന്നെയും ചൂട് സഹിക്കുക വയ്യ. ഇനി പൊടികളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, പൊടിയൊക്കെ കുറച്ചേ ഉള്ളൂ, സാധനം കുറച്ചേ ഉള്ളൂ, കുറേശ്ശെ ഇട്ടാൽ മതി. മുളക് പൊടി ചെറിയ സ്പൂണാണ് കേട്ടോ, കൊണ്ട് 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റം കുരുമുളക് പൊടി, അതൊരു സ്പൂണോളം ഇട്ട്. ഗരം മസാല ഞാനിവിടെ പെരിഞ്ചീരകം അല്ലാതെ ഞാൻ പൊടിച്ച് വെച്ചതാണ്. അത് ഒരു ഇതിനകത്തോട്ട് ഈ കൂന്തൽ വേവിച്ചപ്പോൾ അതിൽ നിന്ന് ഊറി ഇറങ്ങിയ വെള്ളം ഇരിപ്പുണ്ട്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ഉരുകി വരട്ടെ, എന്നിട്ട് കൊണ്ടുവരാം. ഇനി നമുക്കിതിലേക്ക് ഇതാണ്ട് ഇപ്പോൾ ഒന്ന് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഫ്രൈ ആക്കി വെച്ചൊന്ന് ഇട്ട് കൊടുക്കാം. തവി സ്പൂൺ ചൂടായി.
ശകല പേരിന് വേണ്ടി ഒരു ഇച്ചിരി പുളിവെള്ളം, ശകല. ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കൂന്തൽ വേവിച്ചപ്പോൾ അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിരുന്നതാണ്. അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് ഇനി ഉപ്പ് ഇടാൻ പറ്റും. ഇത് അവിടെ ഇരുന്ന് അതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്നുകൂടെ ഒന്ന് പറ്റി വരട്ടെ. പറ്റി വരട്ടെ. ഇങ്ങനെ കണവ റോസ്റ്റ് പരുവായിട്ടുണ്ട്. നമുക്കൊന്ന് ഇച്ചിരി ഗരം മസാലയുടെ ഒക്കെ ഒരു പോരായ്മയുണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് വെക്കുന്നത്. ഞാൻ ഇതങ്ങനെ ഗോവയിൽ ചെന്നണക്കെയാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ടുള്ളതും ആദ്യമായിട്ട് വെച്ചിട്ടുള്ളതും. അല്ലാതെ ആദ്യമൊന്നും എനിക്കത് അത്ര അറിയില്ല, കണ്ടിഷ്ടമില്ലായിരുന്നു. പിന്നെ മോൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ വെച്ച് അവൾക്ക് റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയുടെയോ ദോശയുടെ ചോറിൻ്റെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പോൾ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കതിൻ്റെ ഉപ്പും പരുവൊക്കെ ഒന്ന് നോക്കിയാലോ. എൻ്റെ ടെസ്റ്റർ കൂടെ ഉണ്ട്, പക്ഷേ അവൾ എന്തോ എഴുത്തിലും പഠിത്തത്തിലും ഒക്കെയാണ്. നമ്മൾ അതുകൊണ്ട് വിളിക്കുന്നില്ല. ടെസ്റ്റർ പണിയിലാണോ? നല്ല ഉപ്പ് നോക്കാൻ സമയമുണ്ടോ ചോദിച്ചതാ. ചൂടാ. അങ്ങനെ എൻ്റെ ടെസ്റ്റർ വന്നിട്ടുണ്ട്, നോക്കട്ടെ. പനിയായിട്ട് എന്ത് ടെസ്റ്റിങ്? ചൂടാ, നല്ല ചൂടാ. ഇത് കുഞ്ഞതാണല്ലോ. അത് വലുതായിരുന്നു. പിന്നെ വെന്ത് വരുമ്പോൾ അങ്ങ് ചെറുതാവത്തില്ല. അതിൻ്റെ ഒന്ന് ഉറക്കെ പറയല്ലേ. കഴിക്കില്ല. വിളിച്ചതിപ്പോൾ അവത്തെ വായോ. ചാറല്ല. എന്നാ പോയി ഒരു ദോശയും കൂടെ ചിട്ടു. ദോശ വേണം ഒരു തരാം. അപ്പോൾ ഓക്കെ, ബൈ. അവളുടെ തീറ്റ തുടങ്ങിയിട്ടുണ്ട്. ബൈ.